ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഓഗസ്റ്റ് 27 ഞങ്ങൾ കോളേജിലെ ഓണം സെലിബ്രേഷനാണ്. സോ ഞാൻ റെഡി ആവാനായിട്ട് പോവുകയാണ്. അപ്പം റെഡി ആയിട്ട് വന്നിട്ട് ഫൈനൽ ഔട്ടൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഫുൾ ധൃതിയായിരുന്നു, ഓടി പിടിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഇപ്പോൾ ബസ്സിലാണ് ഇനി കോളേജ് എത്തിയിട്ട്. അങ്ങനെ ഫൈനലി കോളേജ് എത്തി നോക്കിയപ്പോൾ എല്ലാവരും നല്ല കളറായിട്ടാണ് വന്നേക്കുന്നത്. ആരും നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത്, പിന്നെ ബാക്കി എല്ലാവരും സാരിയും ചുരിദാറും, ബോയ്സ് ആണെങ്കിൽ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ എല്ലാവരും വരുന്നവരെ ഞങ്ങൾ ക്ലാസ് ഇരിക്കണം. ഈ ഹായ് കാണിക്കുന്നതാണ് ആദിത്യൻ, അപ്പുറത്ത് ഹായ് കാണിച്ചത് ബ്രഹ്മത്, പിന്നെ അപ്പുറത്തൊരു കുഞ്ഞു തല കണ്ടില്ലേ, അതാണ് അഞ്ജന. ആദിത്യന്റെ ബാക്കിലൊരു കുഞ്ഞു തല കണ്ടത് അപർണ. നമുക്ക് എല്ലാവരും വിശദമായിട്ട് പരിചയപ്പെടാം, ഇനിയും സമയമുണ്ട്. പിന്നെ ഞങ്ങൾ താഴെ എല്ലാവരും കൂടെ അർത്ഥം ഇട്ടു. ഇതാണ് ഗൈസ് ഞങ്ങൾ അർത്ഥം. എങ്ങനെയുണ്ട്, കൊള്ളാമോ, അടിപൊളിയല്ലേ? കമന്റ് ചെയ്യണേ. അങ്ങനെ അത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഫ്രണ്ടിലോട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി ഗൈസ്. അപ്പം അവിടെ വെച്ചിട്ടാണ് നമ്മുടെ കുറച്ച് സെലിബ്രേഷൻ പരിപാടികളൊക്കെ, വടംവലി, ഗെയിംസും ഒക്കെ അവിടെ വെച്ചിട്ടാണ്. ഓണം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് മാവേലി. അപ്പം മാവേലി നമുക്ക് അങ്ങോട്ട് ക്ഷണിച്ചാലോ? എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് ആർപ്പുവിളിയൊക്കെ കൂടി ചെണ്ടമേളവും കയ്യടിയും എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ മാവേലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ മാവേലി ഇറങ്ങി വരികയാണ്. അങ്ങനെ ചാച്ച ബൈ ബൈ ഒക്കെ പറഞ്ഞ് മാവേലി യാത്രയ്ക്ക് ശേഷം ഇവരെല്ലാരും കൂടെ സ്പോർട്ട് കട്ടിലുവാതിരയ്ക്ക് ഒരുങ്ങുകയാണ്. സ്പോർട്ട് എന്ന് പറഞ്ഞ കാരണം ഇപ്പൊ സ്റ്റെപ്പിട്ട് കളിക്കാനാണ്. അവരാരും അതിന് മുമ്പ് പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊന്നിനുമില്ല, കാല് വയ്യാത്തത് കൊണ്ട് ഒന്നിനും ഇറങ്ങില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഇവരെ തിരുവാതിര എങ്ങനെയുണ്ടെന്ന് കാണാം. അങ്ങനെ തിരുവാതിരയൊക്കെ കഴിഞ്ഞ് പാട്ടൊക്കെ മാറ്റി പിന്നെ എല്ലാവരും ഓണം മൂഡ് വൈബിലായി. ഓണം മൂഡ് പാട്ടൊക്കെ ഇട്ട് തുള്ളാനായിട്ട് പോയി ഗൈസ്. പാട്ട് മാറ്റിയത് എല്ലാവരും ഓട്ടമായിരുന്നു. കുറച്ചു നേരം ഞാനും ആദിത്യനും ബ്രഹ്മദത്തും ഫാത്തിമയും ഗൗരിയും കൂടെ ഇവിടെ നിന്ന് വൈബായിരുന്നു. ചന്ദന അഞ്ജലിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരും ഓടിപ്പോയി തുള്ളാൻ തുടങ്ങി. ഞാൻ പിന്നെ പയ്യെ നമ്മുടെ പിള്ളേരെ സൈഡിൽ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പയ്യെ നിന്ന് തുള്ളുകയായിരുന്നു. ഗൈസ്, ഞങ്ങൾ ഒരു സുന്ദരിക്ക് പൊട്ടുകാലിന് മത്സരത്തിൽ പോവുകയാണ്. അടുത്ത സുന്ദരിനെ കാണിച്ചു തരാം. ഇതല്ല സുന്ദരി, വേറെ സുന്ദരിനെ കാണിച്ചു തരാം. കാരണം ഗൈസ്, ഇതാണ് സുന്ദരി.
അങ്ങനെ അസ്മ ഓരോ സുന്ദരന്മാരായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കാണാം ഏത് സുന്ദരനാണ് കറക്റ്റായിട്ട് സുന്ദരിക്ക് പൊട്ടിക്കുന്നത്. അങ്ങനെ ഓരോ സുന്ദരന്മാരായിട്ട് പൊട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മുടെ ആദർശ് സുന്ദരനാണ്. അതുപോലെ തന്നെ കപ്പ് ബോള് താഴെ വീഴാൻ പാടില്ല, ചെയ്യാനും പാടില്ല. ഓക്കെ, 3 പേരാണ് അപ്പം ഈ മത്സരത്തിൽ നമുക്ക് നോക്കാം ആരൊക്കെ ജയിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഗൗരിയും മീനാക്ഷിയാണ് ഇറങ്ങിയിട്ടുള്ളത്. സോ ആ മത്സരം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കലമടി മത്സരമാണ് ഗൈസ്. അങ്ങനെ കലമണി മത്സരമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഗേൾസിൻ്റെ മെഗാ തിരുവാതിര കണ്ടു. ഇനി അടുത്തത് നമ്മുടെ ബോയ്സ് അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരയാണ്.
തിരുവാതിര അടിപൊളിയായിരുന്നു. അടുത്തതായി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വട്ടംവലി മത്സരമാണ്. വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ബീഫാമും ഫാമിലിയും തമ്മിൽ രണ്ട് വലിയ രണ്ടില് 1-1 എന്ന് പറഞ്ഞ് നിൽക്കണം. അടുത്ത വലിയ ആര് ജയിക്കുന്നു വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഭയങ്കര ത്രില്ഡാണ്. നമുക്ക് കാണാം ഗൈസ്, ബീഫാം കൊണ്ടുപോകോ ഫാമിലി കൊണ്ടുപോകോ എന്ന്. ഫൈനലി ടു ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ഓണം സെലിബ്രേഷൻ. സദ്യ എല്ലാവരും വെയിലത്ത് നിന്ന് ഗെയിംസ് എല്ലാം കളിച്ച് ക്ഷീണിച്ച് സദ്യ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. പൊട്ടെല്ലാം പോയി ഗൈസ്. സദ്യക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ടിരുന്നു. ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളി സദ്യയായിരുന്നു. അടപ്പായസമൊക്കെ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അങ്ങനെ നല്ല അടിപൊളി സദ്യ കഴിച്ച് ഞങ്ങൾ എല്ലാവരും നേരെ മെയിൻ ഹാളിലോട്ട് പോയി. അവിടെ ഇനി കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇത്ര നേരം ഔട്ട്ഡോർ പ്രോഗ്രാംസ് അല്ലേ കണ്ടത്, ഇനി അല്പം കൾച്ചറൽ പ്രോഗ്രാംസ് ആയാലും. ഐ ആം റിയലി സോറി ഗൈസ്, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഞാൻ ഈ സോങ് എല്ലാം മ്യൂട്ടാക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ ഏകദേശം ഏത് പാട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എല്ലാ പ്രോഗ്രാംസിലും ലാസ്റ്റ് ഒരു അടിച്ചുപൊളി ഡാൻസ് അല്ലെങ്കിൽ ഒരു തുള്ളിച്ചാട്ടം അത് നിർബന്ധമാണല്ലോ. അപ്പം ഞങ്ങളുടെ പിള്ളേരുടെ തുള്ളിച്ചാട്ടം എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. അപ്പം ഈ തുള്ളിച്ചാട്ടത്തോടെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്.